നമസ്കാരം. നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രൻ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു നിർത്തിയ കേസിൽ സംഭവിച്ചിരിക്കുന്നത് വൻ അട്ടിമറിയാണ്. മേയർക്കൊരു കുഴപ്പമുണ്ടാകാതെയാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് മേയറെയും മേയറുടെ ഭർത്താവിനെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വാഹനം ഓടിച്ചിരുന്ന അരവിന്ദിനെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, മേയറുടെ ഭർത്താവായ എം.എൽ.എ. സച്ചിൻ ദേവ് എന്നിവരെ പ്രതിസ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുകയാണ്. സീബ്ര ലൈനിൽ കാറിട്ട് മാർഗതടസ്സം ഉണ്ടാക്കിയെന്ന കുറ്റമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ കസിനായ അരവിന്ദിന്റെ പേരിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. കെ.എസ്.ആർ.ടി.സി ബസിന്റെ ഡ്രൈവറായ യദു നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ജോലി തടസ്സപ്പെടുത്തൽ അടക്കമുള്ള കുറ്റം ചുമത്താതെ പെറ്റി കേസാക്കി ഇത് മാറ്റുകയും ചെയ്തു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും യദു അറിയിച്ചിരിക്കുകയാണ്. കെ.എസ്.ആർ.ടി.സി ബസ് മേയർ തടയുന്നതും ആക്രോശിക്കുന്നതുമെല്ലാം വീഡിയോയിലൂടെ ജനം കണ്ടതാണ്. എന്നാൽ ഇതൊന്നും കുറ്റപത്രത്തിൽ ഇല്ലതാനും. അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ല എന്നും കാട്ടി സർക്കാരിനും പോലീസിനും നേരത്തെ യദു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് മേധാവി, കന്റോൺമെന്റ് എസ്.ഐ എന്നിവർക്കാണ് അഭിഭാഷകൻ അശോക് പി നായർ വഴി യദു നോട്ടീസ് അയച്ചത്. കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണം രാഷ്ട്രീയ സ്വാധീനത്തിനു വഴങ്ങി അട്ടിമറിക്കപ്പെടുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിദേവ് എം.എൽ.എയും കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയ നടപടി നീതിയുക്തമല്ല എന്നും 15 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു. ഏപ്രിൽ 28-ന് നടുറോഡിൽ മേയർ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞതിനെ തുടർന്ന് തർക്കമുണ്ടായ സംഭവം വലിയ വിവാദമായിരുന്നു. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം.എൽ.എക്കും ക്ലീൻ ചീറ്റ് നൽകി പോലീസിന്റെ റിപ്പോർട്ട് നേരത്തെ കോടതിയിലെത്തിയിരുന്നു. സച്ചിൻ ദേവ് എം.എൽ.എ കെ.എസ്.ആർ.ടി.സി ബസിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ടില്ല എന്ന് കോടതിയിൽ കൊടുത്ത പഴയ റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടായിരുന്നു അത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കുറ്റപത്രവും. അതോടൊപ്പം തന്നെ മേയറും എം.എൽ.എയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അസഭ്യം പറയുകയോ ചെയ്തിട്ടില്ല എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇത് നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നേരിട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് കേസെടുത്തത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. 2024 ഏപ്രിൽ 27-ന് രാത്രി 10 മണിക്കാണ് പാളയം സാബല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ് ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായത്. ഇതിനെ തുടർന്ന് മേയറെ വീണ്ടും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു കോടതിയിൽ വീണ്ടും ഹർജി നൽകി. കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. മേയറെയും മറ്റുള്ളവരെയും അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന് മ്യൂസിയം പോലീസിനാണ് കുറ്റപത്രം നൽകിയത്. അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ കേസിൽ അന്വേഷണം ഇതുവരെയായിട്ട് എങ്ങും എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.